ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെൽത്ത് ഗ്ലോ ആൻഡ് ടേസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ജീസ ജോർജ്. നിങ്ങൾക്കറിയാവോ, നമുക്ക് ചില ദിവസങ്ങളിൽ അസാധാരണമായ ക്ഷീണം വരും. അതുപോലെ 30 വയസ്സാവുന്നതിന് മുമ്പുള്ള നരയ്ക്കുന്നത്, സ്കിന്നിലുണ്ടാകുന്ന ചില ചേഞ്ചസ്, ലിപ്പിൻ്റെ സൈഡിൽ വരുന്ന ക്രാക്സ്, ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ സ്ട്രെസ് കൊണ്ടാണ്, ഉറക്കമില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് നോർമൽ ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യും. പക്ഷെ ഇതെല്ലാം നമുക്കുണ്ടാകുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയും അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഹിഡൻ സയൻസും ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആദ്യം തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയുടെ ഹിഡൻ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഈ ഒരു ഡെഫിഷ്യൻസിനെ നമ്മൾ പറയുന്നത് സൈലന്റ് എനർജി കില്ലർ എന്നാണ്. നമുക്ക് എക്സ്ട്രീം ടയർഡ്നെസ് ആയിരിക്കും. നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുത്ത് ഉറങ്ങിയെങ്കിൽ തന്നെയും നമുക്ക് ഭയങ്കര ടയർഡ്നെസ് ആയിരിക്കും. കയ്യിലും കാലിലും ടിംഗ്ലിംഗ് സെൻസേഷൻ, മെമ്മറി ലോസ് അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകും, മൂഡ് ചേഞ്ചസ്, അതുപോലെ പെയിൽ സ്കിൻ അല്ലെങ്കിൽ എയർലി ഹെയർ നരയ്ക്കുന്ന കാര്യം, അതുപോലെ കോപ്പറിൻ്റെ ഡെഫിഷ്യൻസിയോടും ഈ നര ഉണ്ടാവാം. പക്ഷേ ഇതും വൈറ്റമിൻ B12 അസോസിയേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ലക്ഷണമൊക്കെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്ട്രെസ് കൊണ്ടോ അല്ലെങ്കിൽ ഓവർ വർക്ക് ലോഡ് കൊണ്ടൊക്കെ ആയതാണ്. പക്ഷേ ഇതൊക്കെ വൈറ്റമിൻ B12 ഹിഡൻ സിംറ്റംസ് ആണ്. ഞാനിത് പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു കൊളീഗ്, മാമിന് ഇങ്ങനെ ഭയങ്കര മൂഡ് സ്വിങ്സും എല്ലാം വന്നു. നമ്മൾ നേരത്തെ കാണുന്ന ഒരാളെ അല്ലായിരുന്നു കേട്ടോ, പെട്ടെന്ന് ദേഷ്യം വരിക അങ്ങനെയൊക്കെ. പക്ഷെ ആക്ച്വലി മാം വൈറ്റമിൻ B12 ചെക്ക് ചെയ്തപ്പോൾ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്ത് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം മാം ബാക്ക് ടു നോർമലായി. അടുത്തത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയുടെ ഹിഡൻ സിംറ്റംസ് നോക്കാവേ. നമ്മൾ ആരെങ്കിലും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കാണുന്നവർ എന്തായാലും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം. കാരണം നമ്മുടെ ഇന്ത്യ ഒരു നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു കൺട്രി ആണെങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ട് മിക്കവാറും ആൾക്കാരുടെ വൈറ്റമിൻ ഡി ലെവൽ വളരെ കുറവാണ് കേട്ടോ. എൻ്റെയും വൈറ്റമിൻ ഡി കുറവായിരുന്നു. സപ്ലിമെൻ്റ് എടുത്തതിന് ശേഷമാണ് അത് ശരിയായത്. അപ്പം ഇതിൻ്റെ ഹിഡൻ സിംറ്റംസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും. അതിൻ്റെ കൂടെ വെയിറ്റ് ഗെയിൻ വരിക, ബാക്ക് പെയിൻ, അത് ബോഡി പെയിൻ, പിന്നെ ബോൺ പെയിൻ, ഇതൊക്കെ ഇതിൻ്റെ സിംറ്റമാണ്. ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് സ്കിന്നിൽ ഡാർക്ക് പാച്ചസ് ഒക്കെ വരാനും സാധ്യതയുണ്ട്. അതുപോലെ ഹെയർ ലോസും ഇതിനോട് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. അടുത്തത് അയൺ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് നോക്കാവേ. ഇങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തണുപ്പ് ഫീൽ ചെയ്യും, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വരും, പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ നമുക്കൊരു ബ്രീത്തിങ് ഡിഫിക്കൽട്ട് വരും, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന വരും. അതുപോലെ ഈ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ചോക്ക്, ഐസ്, അതുപോലെ കല്ലൊക്കെ കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് വരും കേട്ടോ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഈ അടുത്ത് വന്ന ഒരാൾക്ക് അവർ ചുമന്ന കല്ലുണ്ടല്ലോ, ആ ഒരു കല്ല് ഇടയ്ക്ക് കഴിക്കുമായിരുന്നു. പിന്നെ അവർക്ക് വൈറ്റമിൻ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പിന്നെ ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിച്ചു. അവർക്ക് ഈ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്കൊരു പെയിൽ ഫേസ് ആയിരിക്കും. പിന്നെ വേറൊരു പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നഖം എടുത്ത് നോക്കി ഇവിടെ നമുക്കിങ്ങനെ രക്തം കാണാമല്ലോ. അപ്പോൾ നമ്മൾ ഈ ടിപ്പിൽ ഒന്നിങ്ങനെ ഞെക്കിയിട്ട് പിന്നെ വിടുമ്പം പെട്ടെന്ന് അത് ഈ ഒരു ബ്ലഡ് റീപ്ലേസ് ആവുന്നുണ്ടെങ്കിൽ, ഈ റെഡ് കളർ റീപ്ലേസ് ആവുന്നുണ്ടെങ്കിൽ അയൺ നമുക്കുണ്ടെന്നാണ് അർത്ഥം. അഥവാ ഇത് പക്ഷേ ഇങ്ങനെ പതുക്കെ മാത്രമേ ആ റെഡ് കളർ വരുന്നുള്ളെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അടുത്തത് വൈറ്റമിൻ B കോംപ്ലക്സിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ അത് നമുക്ക് അറിയാവുന്നൊരു കോമൺ സിംറ്റമാണ് നമ്മുടെ മൗത്ത് അൾസേഴ്സ് വരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ടങ് കുറച്ച് ബേൺ ആയിട്ട് തോന്നുന്നുണ്ട്, നമ്മുടെ നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്, ഇതൊക്കെ ഈ ഒരു വൈറ്റമിൻ B കോംപ്ലക്സ് ഡെഫിഷ്യൻസി കൊണ്ടാണ്. നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ട്, അതുപോലെ നഖം പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. അപ്പം നമ്മൾ എന്തൊക്കെ കെയർ ചെയ്തിട്ടും ഓയിൽ മാറ്റി, അതുപോലെ ഷാമ്പു മാറ്റി, ഇതൊന്നും മാറ്റിയിട്ടും ശരിയായില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ട്. അതാണ് വൈറ്റമിൻ D ഡെഫിഷ്യൻസി, സിങ്ക്, ബയോട്ടിൻ, അയൺ. ഈ ഒരു കാര്യങ്ങൾ ഒന്ന് ബോഡിയിൽ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുമോ. ഇത് നന്നായിട്ട് അടങ്ങിയ ഫുഡ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യണം. നമ്മുടെ നഖത്തിൽ ചിലപ്പം വൈറ്റ് സ്പോട്ട്സ് വരുമല്ലോ, അപ്പോൾ അത് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു മുറിവുണ്ടായാൽ അത് പതുക്കെയാണ് ഹീലാവുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ പ്രോട്ടീൻ്റെ കണ്ടൻറ്റും സിങ്കിൻ്റെ അളവും കുറവാണെന്നാണ് അർത്ഥം. അപ്പോൾ അതനുസരിച്ച് ഇതൊക്കെ അടങ്ങിയ നല്ല ഫുഡ് കഴിക്കേണ്ടതാണ്. നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് കാലിന് ഇങ്ങനെ ക്രാംസ് വരുന്നു, അതുപോലെ നമ്മുടെ ഉറക്കം ശരിയാവുന്നില്ല, ഇങ്ങനെയൊക്കെയാണെങ്കിൽ മഗ്നീഷ്യം നമുക്ക് നന്നായിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ
എന്തെങ്കിലും ഒരു സിംറ്റംസ് നമുക്കുണ്ടെങ്കിൽ അത് നമുക്കിപ്പം സ്ട്രെസ്സോ അല്ലെങ്കിൽ വർക്ക് ലോഡിനോട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും നമുക്കൊരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് CBCയുടെ ബ്ലഡ് കൗണ്ട് എല്ലാം നമുക്കൊന്ന് നോക്കാം. അതിൽ തന്നെ അയൺ എല്ലാം വന്നോളും. അതുപോലെ വൈറ്റമിൻ B12, വൈറ്റമിൻ D, അയണിൻ്റെയും ഇതിൻ്റെ കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ഒരിക്കലും സെൽഫ് ഡയഗ്നോസ് ചെയ്യരുത്. അതുപോലെ ഗൂഗിളിനോട് ചോദിച്ചിട്ട് അവർ പറയുന്ന ഹോം റെമഡീസ് ഒന്നും എടുക്കരുത്. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത് കറക്റ്റ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.